നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന ഈസി കാര്യങ്ങളോട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു അടിപൊളി ട്രാൻസ്ഫോർമേഷൻ പുൾ ചെയ്യാൻ പറ്റും. ഹേയ് ഗൈസ്, ഞാൻ ബേസിൽ. അപ്പോൾ കഴിഞ്ഞ വെക്കേഷൻ ടൈമിലാണ് ഇങ്ങനെ ഇരുന്ന എൻ്റെ അനിയനെ നമ്മൾ ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്തെടുത്തത്. സോ ആ വീഡിയോ ഒക്കെ കണ്ട് ഇന്നൊക്കെ ആൾക്കാരുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തതെന്ന്. എൻ്റെ അടുത്ത് ഡയറ്റ് ചോദിക്കുന്നവരുണ്ട്, വർക്കൗട്ട് ചോദിക്കുന്നവരുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചു വരും. സോ ഇവനെയും എന്നെയൊക്കെ ഈ കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്ത 3 ബേസിക് കാര്യങ്ങളാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് നിങ്ങൾ അപ്പോഴല്ല എപ്പോൾ അപ്ലൈ ചെയ്താലും ഇത് ഉറപ്പായിട്ടും വർക്കാവും. സോ തുടങ്ങാം. സോ മൂന്നാമത്തെ കാര്യമാണ് വർക്കൗട്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് പറയാനാണ് ഞാൻ വന്നതെന്ന്. പറഞ്ഞുതരാം. വർക്കൗട്ട് എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ കൺഫ്യൂസ്ഡ് ആകും. ഏത് സ്പ്ലിറ്റ് ചെയ്യണം, എത്ര നാൾ ചെയ്യണം, എത്ര നാൾക്കിടെ സ്പ്ലിറ്റ് മാറ്റണം, ഏതൊക്കെ വർക്കൗട്ട് ചെയ്യണം. ഇത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു കാര്യമാണ്. പോരാത്തിന് ഇൻസ്റ്റാഗ്രാം എടുത്താൽ കുറേ വർക്കൗട്ടും കുറേ അടിപൊളി സാധനം എന്നൊക്കെ പറഞ്ഞ കുറേ ഐറ്റംസ് വരും. അതെല്ലാം ചെയ്യാൻ പറ്റട്ടെ. ആദ്യമേ തന്നെ ഞങ്ങൾ ചെയ്ത വർക്കൗട്ട് സ്പ്ലിറ്റ് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ ഫോളോ ചെയ്ത വർക്കൗട്ട് സ്പ്ലിറ്റ്. കാണുമ്പോൾ ഇത് കുറച്ച് വിയർഡായിട്ട് തോന്നും, പക്ഷേ ഇതല്ല. ഏത് വർക്കൗട്ട് സ്പ്ലിറ്റും, ബ്രോ സ്പ്ലിറ്റ് ഒഴിച്ച് വേറെ ഏത് വർക്കൗട്ട് സ്പ്ലിറ്റും നിങ്ങൾക്ക് ചെയ്യാം. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്താൽ മതി. ഏത് വർക്കൗട്ട് സ്പ്ലിറ്റ് ആണെങ്കിലും ഉറപ്പായിട്ടും വർക്കാവും. നിങ്ങൾക്ക് അപ്പർ ബോഡി ലോ ബോഡി ചെയ്യാം, അല്ലെങ്കിൽ ഫുൾ ബോഡി ചെയ്യാം, അല്ലെങ്കിൽ പുഷ് പുൾ ലെഗ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതിൻ്റെ വല്ല വേരിയേഷൻസ് ഒക്കെ ആണെങ്കിലും ചെയ്യാം. എന്നാലും കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫോം എല്ലാം കറക്റ്റായിട്ട് പഠിച്ചിട്ട് വേണം ചെയ്യാൻ. അറിയാൻ പാടില്ലാതെ ചെയ്താൽ ആദ്യമേ നിങ്ങൾക്ക് ഇഞ്ചുറി ഒന്നും വരത്തൊന്നുമില്ല. കാരണം നിങ്ങൾ യങ് ആയിട്ടൊക്കെ ഇരിക്കുവാണെങ്കിൽ ഇഞ്ചുറിയൊക്കെ വരാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ നിങ്ങൾ തെറ്റായിട്ടുള്ള ഫോം എങ്ങാനും പഠിച്ചു കഴിഞ്ഞാൽ ഇഞ്ചുറി ഉറപ്പായിട്ടും വരും. അനുഭവം ഉള്ളതുകൊണ്ട് പറയുവാണ്, നല്ല മൂഡ് കളയുന്നൊരു സാധനമാണ്. സോ പ്രോപ്പർ ടെക്നിക്ക് പഠിച്ചിട്ട് മാത്രം വെയിറ്റിൽ പ്രോഗ്രസ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതാണ് എത്ര നാൾ ചെയ്യുമ്പോൾ ഈ വർക്കൗട്ടുകൾ മാറ്റണം. അതായത് ഇന്ന് ഞാൻ കുറച്ച് വർക്കൗട്ട് ചെയ്തു, അടുത്ത ആഴ്ച കുറച്ച് വെറൈറ്റി വർക്കൗട്ട് ചെയ്യണം, എൻ്റെ അടുത്ത ആഴ്ച ഈ വർക്കൗട്ട് അല്ല വേറെ കുറച്ച് വർക്കൗട്ട് ചെയ്യണം. നോ, നിങ്ങൾ കുറച്ച് വർക്കൗട്ട്സ് അങ്ങ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്കൗട്ട് സ്പ്ലിറ്റ് ഇപ്പോൾ പുഷ് പുൾ ലെഗ് ആണെങ്കിൽ അതിൽ ആദ്യം ബെഞ്ച് പ്രസ് ആവാം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഓവർ ഹെഡ് പ്രസ് ആവാം, ലാറ്ററൽ റൈസ് ആവാം. ഇങ്ങനെ ഒരു ഓർഡർ നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഒരു 3 ആഴ്ചയെങ്കിലും അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത ശേഷം മാത്രം വെറൈറ്റി പിടിക്കാൻ നോക്കുക. കാരണം അമിതമായിട്ട് വെറൈറ്റി പിടിച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അടുത്തതാണ് സ്ലീപ്പ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാവരും പറയുന്ന സാധനമല്ലേ, ഞാൻ എല്ലാ ദിവസവും 12 മണിക്കാണ് കിടന്നുറങ്ങുന്നത്, എന്നിട്ട് എനിക്കൊരു കുഴപ്പമില്ലല്ലോ. അങ്ങനെയല്ല. ഈ സ്ലീപ്പിൻ്റെ സംഭവം വർക്കാകുന്നത് ഇതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. 1-2 ദിവസം ഇല്ല കുറച്ച് മാസങ്ങളൊക്കെ നിങ്ങൾ മര്യാദ ഉറങ്ങില്ലെന്ന് വെച്ചിട്ടും നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാണുന്ന രീതിയിലുള്ള ചേഞ്ചസ് ഒന്നും ഉണ്ടാവത്തില്ല. പക്ഷേ കാലക്രമേണ അവ നിങ്ങളെ കാർന്ന് തിന്നാൻ തുടങ്ങും. ലൈക്ക് നിങ്ങൾക്ക് മൂഡുണ്ടാവത്തില്ല, ഇല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ വേണ്ടാലോ, ഒന്നും ചെയ്യാൻ വേണ്ട, അങ്ങനത്തെ ഒരു മൂഡായി പോകും. ഇല്ലെങ്കിൽ നിങ്ങളുടെ മസിൽ ഗ്രോത്തിനൊക്കെ നന്നായിട്ട് ബാധിക്കും. സോ ഒരു 7 തൊട്ട് 9 മണിക്കൂർ വരെ എന്താണെങ്കിലും കിടന്നുറങ്ങാൻ ശ്രമിക്കുക. പിന്നെ പ്രോപ്പറായിട്ട് സ്ലീപ്പ് ചെയ്യാത്തവർക്ക് ടെസ്റ്റോസ്റ്ററോണിൽ 15% വരെ ഡിക്രീസ് ഉണ്ടാവും എന്നൊക്കെ കുറേ സ്റ്റഡീസൊക്കെ പറയുന്നുണ്ട്. സോ ഉറക്കം എന്തായാലും ഉറപ്പ് വരുത്തുക. അങ്ങനെ രണ്ടാമത്തെ കാര്യമാണ് നമ്മളുടെ ഡയറ്റ്. എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു സാധനമാണ് ഈ പറഞ്ഞ ഡയറ്റ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റൊരാൾ യൂസ് ചെയ്ത ഡയറ്റ് നമ്മുടെ അടുത്ത് പ്രയോഗിച്ചെന്ന് വെച്ച് അതുപോലെ തന്നെ വർക്കൗട്ട് ആവണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അയാളുടെ ഹൈറ്റ്, വെയിറ്റ്, ഏജ്, ആക്ടിവിറ്റി ലെവൽ, BMR ഇങ്ങനെ കുറേ ഐറ്റംസിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനമായിരിക്കും. അതെടുത്ത് നമ്മൾ പ്രയോഗിച്ചാൽ അയാൾക്ക് വർക്കായതുപോലെ നമുക്ക് വർക്കാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻഫ്ലുവൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഡയറ്റ് ഉപയോഗിച്ചാലും അത് വർക്കൗട്ട് ആവാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ടായിരുന്നു ആഗ്രഹം. ഇതിന് നമ്മൾ ചെയ്യുന്ന പരിപാടി ഇത്രേ ഉള്ളൂ, ഈസിയാണ്. നമ്മൾ കാലറി സർപ്ലസ് കഴിക്കുക. അതായത് നമ്മൾ സാധാരണ കഴിക്കുന്ന കാലറീസിൻ്റെ കൂടെ കുറച്ച് കാലറീസ് കൂട്ടി കഴിക്കുക. ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ കാണുന്നത്. ഇതിന് ആമസോണിൽ 200 രൂപയൊക്കെ ഉള്ളൂ. ഉറപ്പായിട്ട് ഇതൊരെണ്ണം വാങ്ങിച്ചു വെക്കണം. കാരണം ഇതില്ലാതെ ഊഹം വെച്ച് ഇത് ഇത്ര കാലറീസ് ആയിരിക്കും, ഇതൊരു 100 ഗ്രാം എടുക്കുക, ഇത് 10 കാലറീസ് കിട്ടുമെന്നൊക്കെ വിചാരിച്ച് അടിക്കുവാണെങ്കിൽ വർക്കാവത്തില്ല. കാരണം അത് തെറ്റായിരിക്കും. നമ്മൾ ഊഹം വെച്ച് എത്ര എടുത്തെന്ന് വിചാരിച്ചാലും അതുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റത്തില്ല. സോ വെയിറ്റ് കൂട്ടാനാണെങ്കിലും കുറക്കാനാണെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു സാധനം വാങ്ങിച്ച് വെച്ചിരിക്കണം. അടുത്തതാണ് പ്രോട്ടീൻ. ഇതിന് നിങ്ങൾ പ്രോട്ടീൻ പൗഡറിലോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. നമുക്ക് ചിക്കൻ ഉണ്ട്, എഗ്സ് ഉണ്ട്, ബീഫ് ഉണ്ട്, ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇതിൽ നിന്ന് നിങ്ങളുടെ ബോഡി വെയിറ്റ് ഇൻറ്റു 2, അതായത് എൻ്റെ ബോഡി വെയിറ്റ് 60 ആണെങ്കിൽ 60 × 2 120 ഗ്രാം പ്രോട്ടീൻ കഴിക്കുകയാണെങ്കിൽ അടിപൊളിയായി. ഇനിയിപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അത്രയും കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു 1.5 × 60 കഴിച്ചാലും മതി. അത് കഴിച്ചാലും വർക്കാവും. പ്രത്യേകിച്ച് വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ടൈമിലാണെങ്കിൽ. വെയിറ്റ് കട്ട് ചെയ്യുന്ന ടൈമിലാണ് കുറേ കൂടി സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാനായിട്ടാണെങ്കിൽ ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്യുവാണല്ലോ ചെയ്തിട്ടുള്ളത്. സംഭവം ഇത് കുറച്ച് പാടാണ്. അതായത് നമ്മൾ കഷ്ടപ്പെട്ട് തിന്നേണ്ടി വരും. ഇഷ്ടമല്ലാത്ത സാധനവും ഡെയിലി തിന്നുന്ന സാധനമൊക്കെ കഷ്ടപ്പെട്ട് തിന്നേണ്ടി വരും. ബട്ട് നിങ്ങൾ കറക്റ്റായിട്ട് അളന്ന് കഴിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തരാം, ഉറപ്പായിട്ടും അത് വർക്കാവും. അളന്ന് കഴിച്ചാൽ ഉറപ്പായിട്ടും അത് വർക്കാവും. ഒരു ബോണസ് പോയിന്റ് കൂടി പറഞ്ഞുതരാം. സപ്ലിമെന്റ്സ്. ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബ് എവിടെ തുറന്നാലും കുറേ സപ്ലിമെന്റ്സ് നിങ്ങൾ കാണും. പ്രോട്ടീൻ പൗഡർ, ക്രിയാറ്റിൻ, അങ്ങനെ പല ഐറ്റംസും കാണും. പക്ഷേ ഇതൊന്നും നിങ്ങൾ തുടങ്ങുവാണെങ്കിൽ, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഒരിക്കലും ഇതൊന്നും വാങ്ങിച്ച് കഴിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനമല്ല നിങ്ങളുടെ ഫുഡിൽ നിന്ന് അക്വയർ ചെയ്യാവുന്നേ ഉള്ളൂ. ചിക്കൻ ഉണ്ട്, എഗ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ തിരക്ക് പിടിച്ചൊരു അവസ്ഥയൊക്കെ വരുവാണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തിട്ടും പ്രോട്ടീൻ ഗോൾ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ വരുവാണെങ്കിൽ മാത്രം സപ്ലിമെന്റ്സിലോട്ട് ചാടിയാൽ മതി. ഇല്ലെങ്കിൽ കുറച്ച് കണക്ക് അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞിട്ടാണെങ്കിലും മതി. അല്ലാതെ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ നിങ്ങളുള്ള സപ്ലിമെന്റ്സ് എല്ലാം കൂടി കഴിക്കേണ്ട കാര്യമില്ല.
സോ ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. എല്ലാ കാര്യങ്ങളും നമുക്ക് സെറ്റ് ചെയ്യാം. സോ ബി കൺസിസ്റ്റൻറ്റ്. അടുത്ത വീഡിയോയിൽ കാണാം.